നമുക്ക് സ്കെയിൽ അടുത്ത വെക്ടറിന്റെ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്കെയിലർ പ്രോഡക്റ്റ്, വെക്ടർ പ്രോഡക്റ്റ്. രണ്ട് ടൈപ്പ് വെക്ടർ പ്രോഡക്ട്സ് ഉണ്ട്. സ്കെയിലർ ഓർ ഡോട്ട് പ്രോഡക്റ്റും വെക്ടർ ഓർ ക്രോസ് പ്രോഡക്റ്റും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടെ ഉള്ളൂ നമുക്ക് ആ ചാപ്റ്ററിൻ്റെ അകത്ത്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. സ്കെയിലർ ഓർ ഡോട്ട് പ്രോഡക്റ്റ്, പിന്നെയുള്ള വെക്ടർ ഓർ ക്രോസ് പ്രോഡക്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് സ്കെയിലർ പ്രോഡക്റ്റിനെ കുറിച്ച് പഠിക്കാം. സ്കെയിലർ ഓർ ഡോട്ട് പ്രോഡക്റ്റ്. സ്കെയിലർ പ്രോഡക്റ്റ് അല്ലെ ഡോട്ട് പ്രോഡക്റ്റ്. ഇപ്പൊ രണ്ട് വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്, എ ബാറും ബി ബാറും. എ ബാർ ആൻഡ് ബി ബാർ. ഈ രണ്ട് വെക്ടേഴ്സിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ, ഇപ്പൊ എ ബാർ ബി ബാർ ആണ്, ഇതിന്റെ ഇടയ്ക്ക് ഒരു ആംഗിൾ ഉണ്ട് തീറ്റ. ആ ആംഗിളിൽ നമുക്ക് തീറ്റ നൽകാം. തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദം. തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദം. ആ തീറ്റയുടെ വാല്യൂ 0 തൊട്ട് 2 പൈ വരെയാകാം. 0യുടെ 180യുടെ ഇടയ്ക്കാണ് തീറ്റ വരുന്നത്. 0യും ആകാം 180 ആകാം. 0 തൊട്ട് പൈ വരെയുള്ള വാല്യൂ ആകാം തീറ്റ. എ ബാറും ബി ബാറും രണ്ട് വെക്ടേഴ്സ്, അതിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ. ദെൻ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് അല്ലെ സ്കെയിലർ പ്രോഡക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അത് ഡിനോട്ട് ചെയ്യുന്ന എ ബാർ ഡോട്ട് ബി ബാർ എന്നാണ്. എ ബാർ ഡോട്ട് ബി ബാർ. പേര് കേൾക്കുന്നത് പോലെ തന്നെ അതൊരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്. ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് കിട്ടും, ഒരു സ്കെയിലർ ആയിട്ട് കിട്ടും. സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, ശ്രദ്ധിച്ചോണം. അതിൻ്റെ അകത്ത് ഒരിക്കലും ഐയും ജെയും കെയും വെക്ടർ പാർട്ടായ ഐയും ജെയും കെയും വരാൻ പാടില്ല. ഡോട്ട് പ്രോഡക്റ്റ് ഫുള്ളി എ സ്കെയിലർ ക്വാണ്ടിറ്റി. ശ്രദ്ധിച്ചോണം. എ ബാർ ഡോട്ട് ബി ബാർ, അതിന്റെ ഇക്വേഷൻ ഇതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് എ ബാർ ഇൻറ്റു മോഡുലസ് ബി ബാർ ഇൻറ്റു കോസ് തീറ്റ. തീറ്റ നമുക്കറിയാം, ആംഗിൾ ബിറ്റ്വീൻ എ ബാർ ആൻഡ് ബി ബാർ. എ ബാറിന്റെയും ബി ബാറിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പം എ ബാർ ഡോട്ട് ബി ബാറിന്റെ ഇക്വേഷൻ ഇതാണ്, മോഡുലസ് എ ബാർ ഇൻറ്റു മോഡുലസ് ബി ബാർ ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചോണം. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കുറെ ഇതിന് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ഓടിച്ച് പറയാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് ഈസ് എ സ്കെയിലർ ക്വാണ്ടിറ്റി. ഡോട്ട് പ്രോഡക്റ്റ് ഉറപ്പായിട്ടും ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, അത് ശ്രദ്ധിച്ചോണം. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. രണ്ടാമതെന്ന് പറഞ്ഞാൽ എ ബാറോ ബി ബാറോ ഏതെങ്കിലും ഒരെണ്ണം നൾ വെക്ടർ ആണെങ്കിൽ, സീറോ വെക്ടർ. സീറോ വെക്ടർ എന്ന് വെച്ചാൽ മോഡുലസ് 0 ആയി പോകും, അതാണ് സീറോ വെക്ടർ. ഏതെങ്കിലും ഒരെണ്ണം സീറോ വെക്ടർ ആണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്ന് 0 ആയി പോകുള്ളൂ, അത് ഫുള്ള് 0 ആയി പോകുള്ളൂ. അതായത് എ ബാറോ ബി ബാറോ ഏതെങ്കിലും ഒരെണ്ണം നൾ വെക്ടർ സീറോ വെക്ടർ ആണെങ്കിൽ എ ബാർ ഡോട്ട് ബി ബാർ എന്നുള്ളത് 0 ആയി പോകുള്ളൂ, അത് 0 ആയി പോകും. അതാണ് സെക്കൻഡ് പ്രോപ്പർട്ടി. ആദ്യത്തേത് ഡോട്ട് പ്രോഡക്റ്റ് സ്കെയിലർ ക്വാണ്ടിറ്റി. രണ്ടാമത്തേത് ഏതെങ്കിലും ഒരെണ്ണം 0 ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റും 0 വെക്ടർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റും 0 ആയി മാറും, വെറും 0 ആയിട്ട് മാറും. ഓർക്കണം. ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ ബാറും ബി ബാറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ, എ ബാർ പെർപെൻഡിക്കുലർ ടു ബി ബാർ ആണെങ്കിൽ, പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം പ്രത്യേകത തീറ്റ ആംഗിൾ, അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ എത്ര വരും? 90 ഡിഗ്രി അല്ലെ π/2 വരും. തീറ്റ 90 ആണെങ്കിൽ കോസ് തീറ്റ എന്തായിട്ട് മാറും? കോസ് 90 നമുക്കറിയാം 0 ആണ്. അപ്പോൾ കോസ് 90 0 ആയിപ്പോയി, ഇത് 0 ആയിപ്പോയി, ഡോട്ട് പ്രോഡക്റ്റ് ഫുൾ ആയിട്ട് 0 വരും. അപ്പോൾ എ ബാർ ഡോട്ട് ബി ബാർ എന്ന് പറയുന്ന ഫുൾ ആയിട്ട് 0 വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 വരും. അതുപോലെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ വെക്ടർ പെർപെൻഡിക്കുലർ വരും. ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ആംഗിൾ π/2 വരും, അല്ലെ? ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഇത് 0 വരും. അപ്പോൾ അവിടെ ഒരു കാര്യമുണ്ട്, നോൺ സീറോ വെക്ടേഴ്സ് ആയിരിക്കണേ. എ ബാറും ബി ബാറും നോൺ സീറോ വെക്ടേഴ്സ് ആണെങ്കിൽ അങ്ങനത്തെ കേസിൽ ഡോട്ട് പ്രോഡക്റ്റ് 0 വന്നാൽ ഇത് രണ്ടും 0 ആവത്തില്ല. പിന്നെ 0 ആവുന്നത് കോസ് തീറ്റ മാത്രമേ 0 ആവുന്നത്. കോസ് തീറ്റ 0 ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയേ പറ്റുള്ളൂ, 90 ഡിഗ്രി വന്നേ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടു നോൺ സീറോ വെക്ടേഴ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ടു നോൺ സീറോ വെക്ടേഴ്സ് എ ബാർ ആൻഡ് ബി ബാർ സച്ച് ദാറ്റ് എ ബാർ പെർപെൻഡിക്കുലർ ടു ബി ബാർ. ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാ, ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ബാർ ഡോട്ട് ബി ബാർ ഈക്വൽ ടു 0. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. എ ബാറും ബി ബാറും പെർപെൻഡിക്കുലർ ആണ്, ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ നോൺ സീറോ വെക്ടർ ആയിരിക്കണം, അതോടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ പെർപെൻഡിക്കുലറോ, അത് നമുക്ക് പ്രോബ്ലത്തിന് ആവശ്യം വരുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാം. പെർപെൻഡിക്കുലർ ആണെന്ന് തന്നാൽ ഡോട്ട് പ്രോഡക്റ്റ് 0 എന്ന് കൊടുക്കാം. ഡോട്ട് പ്രോഡക്റ്റ് 0 എന്ന് തന്നാൽ പെർപെൻഡിക്കുലർ ആണെന്ന് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ടു നോൺ സീറോ വെക്ടേഴ്സ് എ ബാർ ആൻഡ് ബി ബാർ സച്ച് ദാറ്റ് എ ബാർ പെർപെൻഡിക്കുലർ ടു ബി ബാർ implies and implied by a bar dot b bar equal to 0. Perpendicular ആണ് ഡോട്ട് പ്രോഡക്റ്റ് 0. ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെങ്കിൽ പെർപെൻഡിക്കുലർ, അത് ഓർത്ത് വെച്ചോണം. മൂന്നാമത്തെ പ്രോപ്പർട്ടി. ഇനി അടുത്ത നാലാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ ബാറും ബി ബാറും ലൈക്ക് വെക്ടേഴ്സ് ആണെങ്കിൽ, എ ബാർ ബി ബാർ ലൈക്ക് വെക്ടേഴ്സ്. ലൈക്ക് വെക്ടേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു സെയിം ഡയറക്ഷൻ ആൻഡ് പാരലൽ, ഒരേ ഡയറക്ഷനിൽ പോകണം, പാരലൽ വരിക. അപ്പോൾ അതിന്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ, പാരലൽ വെക്ടേഴ്സ് ഒരേ ഡയറക്ഷൻ വന്ന ആംഗിൾ ഇടയ്ക്ക് ഇല്ല, 0 വരും.
അങ്ങനെ വരും. ലൈക്ക് വെക്ടേഴ്സ് ആണെങ്കിൽ തീറ്റ എന്ന് പറയുന്ന 0 വരും. ആംഗിൾ 0 വരും. ആംഗിൾ 0 വന്നാൽ കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് വെച്ചാൽ കോസ് 0 അത് 1. കോസ് 0 1. അത് 1 വരുമ്പോഴത്തേക്കും എ ബാർ ഡോട്ട് ബി ബാർ എന്ന് പറയുന്നത് മോഡുലസ് എ ബാർ ഇൻറ്റു മോഡുലസ് ബി ബാർ ഇൻറ്റു 1 വരും. അതായത് മോഡുലസ് എ ബാർ ഇൻറ്റു മോഡുലസ് ബി ബാർ കൊണ്ട് നിൽക്കും. അപ്പം ലൈക്ക് വെക്ടേഴ്സ് ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ചോദിച്ചാൽ മോഡുലസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ലൈക്ക് വെക്ടേഴ്സ് സെയിം ഡയറക്ഷനിൽ പാരലലായിട്ടും സെയിം ഡയറക്ഷനിൽ പോകുന്ന വെക്ടേഴ്സ്, അതാണ് ലൈക്ക് വെക്ടേഴ്സ്. അങ്ങനെ വരുവാണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് ചോദിച്ചാൽ മോഡുലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് വേറെ റിസൾട്ട് കിട്ടും. രണ്ടും ഇതുണ്ടോ, ഇത് എ ബാർ അതേ ഡയറക്ഷൻ അതേ മാഗ്നിറ്റ്യൂഡ് വന്നാൽ ഇതും എ ബാറാ. രണ്ടും എ ബാർ വരും. അതായത് ലൈക്ക് വെക്ടേഴ്സ് ആണ് എ ബാറും എ ബാറും. എ ബാർ ഡോട്ട് എ ബാർ എന്ന് വെച്ചാൽ ഈ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ മോഡുലസ് എ ബാർ ഇൻറ്റു ബി ബാറും എ ബാർ തന്നെയാണ്. മോഡുലസ് എ ബാർ വരും. അതായത് എ ബാർ ഡോട്ട് എ ബാർ എന്ന് വെച്ചാൽ മോഡുലസ് എ ബാറിന്റെ സ്ക്വയറാ. ഇത് ഇമ്പോർട്ടൻ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. എ ബാർ ഡോട്ട് എ ബാർ ഇക്വൽ ടു മോഡുലസ് എ ബാർ ഹോൾ സ്ക്വയർ. ഈ ഒരു കാര്യം ഇത് പഠിച്ചു വെക്കണം. എ ബാർ ഡോട്ട് എ ബാർ ഒരേ വെക്ടർ ആണെങ്കിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മോഡുലസിന്റെ സ്ക്വയർ കൊണ്ട് സ്ക്വയർ എടുത്താൽ മതി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ ബാർ ഡോട്ട് എ ബാർ ഇക്വൽ ടു മോഡുലസ് എ ബാർ ഹോൾ സ്ക്വയർ. അപ്പം ഈ ഒരു കാര്യം, ഈ 1-2 സംഗതി വെച്ചുകൊണ്ട് നമ്മുടെ IJK ഇല്ലേ, യൂണിറ്റ് വെക്ടേഴ്സ് IJK നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. X ആക്സിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ I, Y ആക്സിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ J, Z ആക്സിന്റെ ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്ടർ K, I, J, K. ഇത് മൂന്നും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. മാത്രമല്ല പെർപെൻഡിക്കുലറോ, അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ. ഏത് രണ്ടെണ്ണം എടുത്താൽ ഐയും ജെയും എടുത്താൽ പെർപെൻഡിക്കുലർ ആണ്. ഐയും കെയും പെർപെൻഡിക്കുലർ ആണ്. ജെയും കെ എല്ലാം പെർപെൻഡിക്കുലർ ആണ്. കൂടാതെ യൂണിറ്റ് വെക്ടേഴ്സും. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ I ഡോട്ട് ജെ എടുക്കുമ്പോൾ ഐയും ജെയും പെർപെൻഡിക്കുലർ ആണ്. ഡോട്ട് പ്രോഡക്റ്റ് 0 നമ്മൾ പഠിച്ചതില്ലേ. പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആണ്. ഡോട്ട് പ്രോഡക്റ്റ് 0, അപ്പോൾ 0 വരും. I ഡോട്ട് കെ എടുത്താലും ഇത് രണ്ടും പെർപെൻഡിക്കുലർ, അപ്പോഴും 0 വരും. ജെ ഡോട്ട് കെ എടുത്താലും 0 വരും, കാരണം ഇതെല്ലാം പെർപെൻഡിക്കുലർ ആണ്. പിന്നെ I ഡോട്ട് ഐ എടുത്താൽ മോഡുലസ് ഐ സ്ക്വയർ നമ്മളിപ്പോൾ എഴുതി വെച്ചില്ലേ. രണ്ടും സെയിം വെക്ടർ വന്നാൽ മോഡുലസിന്റെ സ്ക്വയർ ആണെന്ന്. I ഡോട്ട് ഐയും സെയിം അല്ലേ. എ ബാർ ഡോട്ട് എ ബാർ വരുമ്പോൾ മോഡുലസ് എ ബാർ സ്ക്വയർ എന്ന് ഇപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പോൾ മോഡുലസ് ഐ ഹോൾ സ്ക്വയർ. മോഡുലസ് ഐ യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് വെക്ടർ ആയതുകൊണ്ട് മോഡുലസ് 1 വരും. അപ്പോൾ I ഡോട്ട് ഐ 1 വരും, ജെ ഡോട്ട് ജെ 1 വരും, കെ ഡോട്ട് കെ 1 വരും. അപ്പോൾ അതെല്ലാം കൂടെയുള്ള നമുക്ക് ഇക്വേഷൻസ് എഴുതാം. I ഡോട്ട് ഐ 1 ആണെന്ന് പറഞ്ഞു. I ഡോട്ട് ജെ നമ്മളിവിടെ എഴുതി 0 ആണ്. I ഡോട്ട് കെ, ഐയും കെയും യൂണിറ്റ് വെക്ടർ പെർപെൻഡിക്കുലർ ആണ്, അപ്പോഴും 0 വരും. പെർപെൻഡിക്കുലർ ആണ് 0, സെയിം ആണെങ്കിൽ 1. ജെ ഡോട്ട് ഐ, ജെയും ഐയും പെർപെൻഡിക്കുലർ ആണ് 0. ജെ ഡോട്ട് ജെ സെയിം ആണ്, 1 വരും. കണ്ടോ ഇത് വെച്ച്. ഇനി ജെ ഡോട്ട് കെ പെർപെൻഡിക്കുലർ ആണ്, 0 വരും. ഇനി കെ ഡോട്ട് ഐ പെർപെൻഡിക്കുലർ ആണ്, 0 വരും. കെയും ജെയും പെർപെൻഡിക്കുലർ ആണ്, 0. കെയും സെയിം വെക്ടർ ആണ്, യൂണിറ്റ് വെക്ടർ ആണ് 1. ഈ ഒരു ഇക്വേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഡോട്ട് പ്രോഡക്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോളൂ. മനസ്സിലായാലോ? സിമ്പിൾ ആണ്. ഓക്കെ. ഇനി അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് ഡോട്ട് പ്രോഡക്റ്റിന്. അത് വേണേൽ എങ്ങനെയാണെന്ന് കാണിക്കാം. എ ബാർ ഡോട്ട് ബി ബാർ എന്ന് വെച്ചാൽ നമുക്കറിയാം മോഡുലസ് എ ബാർ ഇൻറ്റു മോഡുലസ് ബി ബാർ ഇൻറ്റു കോസ് തീറ്റ. തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ബാർ ആൻഡ് ബി ബാർ. എ ബാറിന്റെയും ബി ബാറിന്റെ ഇടയ്ക്ക് വരുന്ന ആംഗിളാണ് തീറ്റ. ബി ബാർ ഡോട്ട് എ ബാർ കണ്ടാൽ മോഡുലസ് ബി ബാർ ഇൻറ്റു മോഡുലസ് എ ബാർ ഇൻറ്റു എ ബാറിന്റെയും ബി ബാറിന്റെ ഇടയ്ക്ക് വരുന്ന ആംഗിൾ തീറ്റയാണെങ്കിൽ തിരിച്ചെടുത്ത് ബി ബാറിന്റെ എ ബാറിന്റെ ഇടയ്ക്ക് വരുമ്പോഴത്തേക്കും ഡയറക്ഷൻ മാറും. ആംഗിളിലെ നെഗറ്റീവ് ആംഗിളായിട്ട് മാറും. നമ്മൾ പഠിച്ചതാണ്. ആന്റി ക്ലോക്ക് വൈസിനെടുത്താൽ പോസിറ്റീവും ക്ലോക്ക് വൈസിനെടുത്താൽ നെഗറ്റീവും. അപ്പൊ എ ബാർ ബി ബാർ പോസിറ്റീവ് തീറ്റ ആണെങ്കിൽ ബി ബാർ എ ബാർ വരുമ്പോൾ തിരിഞ്ഞാ വരുന്നത്, നെഗറ്റീവ് തീറ്റ വരും. കോസ് നെഗറ്റീവ് തീറ്റ വരും. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കോസിന്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് എടുക്കണ്ട. കോസ് മൈനസ് തീറ്റ എന്ന് വെച്ചാൽ കോസ് തീറ്റ തന്നെയാണ്. അതേസമയം സൈൻ മൈനസ് തീറ്റയാണെങ്കിൽ മൈനസ് ഇൻറ്റു സൈൻ തീറ്റ. കോസിന്റെ അകത്തും സീക്കിന്റെ അകത്തും നെഗറ്റീവ് വന്നാൽ നമ്മൾ നെഗറ്റീവ് എടുക്കണ്ട. കോസ് മൈനസ് തീറ്റ എന്ന് വെച്ചാൽ കോസ് തീറ്റ തന്നെയാണ്. സീക്ക് തന്നെ കോസിന്റെ റെസിപ്രോക്കൽ ആണല്ലോ സീക്ക്. ബാക്കി എല്ലാത്തിന്റെ അകത്തും മൈനസ് ഉണ്ടെങ്കിൽ വെളിയിലേക്ക് എടുക്കണം. അപ്പം കോസ് മൈനസ് തീറ്റ എന്ന് വെച്ചാൽ കോസ് തീറ്റ തന്നെയാണ്. ഇതിലാദ്യം ഏതെഴുതിയാലും കുഴപ്പമില്ല. മോഡുലസ് എ ബാർ ഇൻറ്റു മോഡുലസ് ബി ബാർ ഇൻറ്റു കോസ് മൈനസ് തീറ്റ എന്ന് വെച്ചാൽ കോസ് തീറ്റ തന്നെയാണ്. അതായത് എ ബാർ ഡോട്ട് ബി ബാർ തന്നെ വരും. കണ്ടോ? അതായത് ഡോട്ട് പ്രോഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ്. എ ബാർ ഡോട്ട് ബി ബാറും ബി ബാർ ഡോട്ട് എ ബാറും സെയിം ആണ്. ഡോട്ട് പ്രോഡക്റ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്.
ഡോട്ട് പ്രോഡക്റ്റിന് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇതാ എ ബാർ ഡോട്ട് ബി ബാർ നമുക്ക് തിരിച്ചും മറിച്ചും എഴുതാം, ഏത് വേണേലും ആദ്യം എഴുതാം, പ്രശ്നമൊന്നുമില്ല. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതുപോലെ തന്നെ അടുത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം, നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അതായത് എ ബാർ ഡോട്ട് ബി ബാർ പ്ലസ് സി ബാർ വന്നാൽ എ ഇൻറ്റു ബി പ്ലസ് സി ഫോമിലല്ലേ, എ ഇൻറ്റു ബി പ്ലസ് സി, നമ്മൾ എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി എന്ന് എഴുതും. അതുപോലെ തന്നെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യും, ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. നമ്മൾ എ ഇൻറ്റു ബി പ്ലസ് എ ബി പ്ലസ് എ സി എന്ന് എഴുതത്തില്ലേ, ആ എ ബി പ്ലസ് എ സി എ ഇൻറ്റു ബി ആ, നമ്മൾ ഡോട്ട് ഇടണമെന്നേ ഉള്ളൂ. എ ഡോട്ട് ബി, എ ഡോട്ട് ബി പ്ലസ് അടുത്ത എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ ഡോട്ട് സി. വേണം ഇത് രണ്ടും ബ്രാക്കറ്റിൽ ഇടാം, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഒരെണ്ണം കൂടെ ഉണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി, എ ബാർ പ്ലസ് ബി ബാർ ഡോട്ട് സി ബാർ. ഇങ്ങനെ വന്നാലും നമുക്ക് മാറ്റിയിടാം. എ ബാർ എക്സ്പാൻഡ് എ ബാർ ഡോട്ട് സി ബാർ, എ ബാർ ഡോട്ട് സി ബാർ പ്ലസ് ബി ബാർ ഡോട്ട് സി ബാർ. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. എക്സ്പാൻഡ് ചെയ്യുന്നത് നമ്മൾ സാധാരണ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് എ ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു സി, അതിന് ഇവിടെ എഴുതുന്നത് ഇൻറ്റുവിൻ്റെ സ്ഥലത്ത് ഡോട്ട് ഇടണമെന്നേ ഉള്ളൂ. ഇവിടെ അതിൽ എ ഇൻറ്റു സി പ്ലസ് ബി ഇൻറ്റു സി ഡോട്ട് ഇടണമെന്നേ ഉള്ളൂ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അടുത്തത് ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. റിസൾട്ട് അത് വളരെ അത്യാവശ്യം പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മളോട് എപ്പോഴും പബ്ലിക് എക്സാമിന് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ നിന്ന് പ്രതീക്ഷിക്കാം, ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് എ ബാർ ഡോട്ട് ബി ബാർ നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മോഡുലസ് എ ബാർ ഇൻറ്റു മോഡുലസ് ബി ബാർ ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. തിരിച്ചെഴുതുന്നു ഞാൻ, മോഡുലസ് എ ബാർ ഇൻറ്റു മോഡുലസ് ബി ബാർ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്നത് എ ബാർ ഡോട്ട് ബി ബാർ, എ ബാർ ഡോട്ട് ബി ബാർ. അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ നമുക്ക് കണ്ടുപിടിക്കാം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, ഇത് താഴേക്ക് കൊണ്ടുവരാൻ മതി, മോഡുലസ് എ ബാറും മോഡുലസ് ബി ബാറും താഴേക്ക് കൊണ്ടുവന്നാൽ മതി. എ ബാർ ഡോട്ട് ബി ബാർ ബൈ മോഡുലസ് എ ബാർ ഇൻറ്റു മോഡുലസ് ബി ബാർ. തീറ്റ നമുക്കറിയാലോ, തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ബാർ ആൻഡ് ബി ബാർ അല്ലേ. അപ്പൊ രണ്ട് വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഈ ഇക്വേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ് തീറ്റ ഈക്വൽ ടു എ ബാർ ഡോട്ട് ബി ബാർ ബൈ മോഡുലസ് എ ബാർ ഇൻറ്റു മോഡുലസ് ബി ബാർ. ഈ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ എ ബാർ ആൻഡ് ബി ബാർ. എ ബാറിന്റെയും ബി ബാറിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ ആംഗിൾ. ഈ തീറ്റ ഈസ് ദ ആംഗിൾ between a bar and b bar, then cos theta equal to a bar dot b bar by modulus a bar into modulus b bar. ഇത് പഠിച്ചോണം, ഇത് ചോദിക്കുന്ന എക്സാമിന് ചോദിക്കുന്ന ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എ ബാർ ഡോട്ട് ബി ബാർ മോഡുലസ് എ ബാർ ഇൻറ്റു മോഡുലസ് ബി ബാർ ഇൻറ്റു കോസ് തീറ്റ എന്നൊന്നും കിട്ടിയാൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. എ ബാറും ബി ബാറും ഐയും ജെയും കെയും ഒക്കെ വെച്ച് എക്സ്പാൻഡഡ് ഫോമിലായിരിക്കും. അപ്പം അത് നമുക്ക് പ്രോബ്ലം ചെയ്യണം, അതിൻ്റെതായ ഒരു ഇക്വേഷൻ വേണം, അത് നമുക്ക് കണ്ടുപിടിക്കാം. ഡോട്ട് പ്രോഡക്റ്റ് ഇൻ ടേംസ് ഓഫ് കമ്പോണൻസ്, കമ്പോണൻറ്റ് വൈസിൽ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ പോവാം. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. എ ബാർ എന്ന് പറഞ്ഞാൽ ഐയും ജെയും കെയും ഇട്ടത് A1 I പ്ലസ് B1 J പ്ലസ് C1 K, അതാണ് എ ബാർ. അതുപോലെ ബി ബാർ, ബി ബാർ ഇസ് ഈക്വൽ ടു A2 I പ്ലസ് B2 J പ്ലസ് C2 K. എ ബാറും ബി ബാറും കമ്പോണൻ്റ് ആയിട്ട് തന്നു. A1 I പ്ലസ് B1 J പ്ലസ് C1 K യും A2 I പ്ലസ് B2 J പ്ലസ് C2 K യും. നമുക്ക് ഇനി ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാം. ഡോട്ട് പ്രോഡക്റ്റ് എ ബാർ ഡോട്ട് ബി ബാർ ഇസ് ഈക്വൽ ടു, ആ രണ്ട് വെക്ടറും ബ്രാക്കറ്റിൽ എഴുതുന്നു. A1 I പ്ലസ് B1 J പ്ലസ് C1 K ഡോട്ട് A2 I പ്ലസ് B2 J പ്ലസ് C2 K. ക്യാപ്പ് ഒക്കെ ഇട്ടോണേ. ഇനി നമ്മളിത് എക്സ്പാൻഡ് ചെയ്യണം. നമ്മളിപ്പം പഠിച്ചില്ല, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. അതായത് A1 I വെച്ച് ഇത് ഓരോന്നിനെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. A1 I ഇൻറ്റു A2 I ഇൻറ്റു തവണ ഡോട്ടാണ്. A1 I ഡോട്ട് A2 I അതൊരെണ്ണം. അടുത്ത പ്ലസ്, അടുത്ത A1 I യും പ്ലസ് B2 J യും, അപ്പം പ്ലസ് കിട്ടുന്നു. A1 I ഡോട്ട് B2 J രണ്ടാമത്തെ. അടുത്ത A1 I യും C2 K പ്ലസ് A1 I ഡോട്ട് C2 K ഇതൊരെണ്ണം. A1 I യുടെ തീർന്നു. ഇതുപോലെ തന്നെ B1 J വെച്ച് ചെയ്യുക. പ്ലസ് B1 J ഡോട്ട് A2 I പ്ലസ് B1 J ഡോട്ട് B2 J പ്ലസ് B1 J ഡോട്ട് C2 K. അപ്പം B1 J യുടെ തീർന്നു.
ഇനി അതുപോലെ C1K ഉണ്ട്, അത് വെച്ച് ചെയ്യുക. പ്ലസ് C1K ഡോട്ട് A2I പ്ലസ് C1K ഡോട്ട് B2J പ്ലസ് C1K ഡോട്ട് C2K. ഇനി നോക്കുക, A1I ഡോട്ട് A2I ഡോട്ട് പ്രോഡക്റ്റ് ഇല്ലേ, ഡോട്ട് പ്രോഡക്റ്റ് വെക്ടേഴ്സ് തങ്ങളിലുള്ളതാണ്. ഈ A1 ഉം A2 എന്നൊക്കെ പറഞ്ഞാൽ ഇതിന്റെ കമ്പോണൻസ് സ്കെയിലേഴ്സ് കോൺസ്റ്റന്റ് ആണ്. A1 B1 C1 ഉം A2 B2 C2 ഒക്കെ കോൺസ്റ്റന്റ് ആണ്, സ്കെയിലേഴ്സ് ആണ്. കോൺസ്റ്റന്റിനെ നമുക്ക് വേണമെങ്കിൽ പ്രോഡക്റ്റിന്റെ സ്കെയിലർ പ്രോഡക്റ്റിന്റെ അകത്തൊന്ന് മാറ്റിയിടാം. കോൺസ്റ്റന്റ് അവിടെ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെ. വെക്ടർ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി, വെക്ടർ തങ്ങളിൽ നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ മതി. അപ്പം ഇതിലെ A1 ഉം A2 ഉം കോൺസ്റ്റന്റ് സ്കെയിലേഴ്സ് ആണ്. അത് നമുക്ക് ആ പ്രോഡക്റ്റിന് വെളിയിലേക്ക് എടുക്കാം. A1 ഉം A2 ഉം വെളിയിലേക്ക് എടുത്തു. A1 A2 വെക്ടർ മാത്രം അകത്ത് എഴുതിയാൽ മതി. I ഡോട്ട് I അതുപോലെ എല്ലാത്തിനും പ്ലസ് A1 ഉം B2 ഉം എടുത്തു. I ഉം J ഉം തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. അടുത്തതും A1 ഉം C2 ഉം എടുക്കുന്നു. I ഡോട്ട് K. അതുപോലെ ബാക്കി എല്ലാത്തിനും കണ്ടോ, പ്ലസ് B1 ഉം A2 ഉം എടുത്തുകൊണ്ട് B1 ഉം A2 എടുത്ത് J ഡോട്ട് I പ്ലസ് B1 ഉം B2 ഉം എടുത്തു J ഡോട്ട് J പ്ലസ് B1 ഉം C2 ഉം എടുത്തു J ഡോട്ട് K. അടുത്തത് C1 ഉം A2 പ്ലസ് C1 A2 ഇൻറ്റു K ഡോട്ട് I പ്ലസ് C1 B2 ഇൻറ്റു K ഡോട്ട് J പ്ലസ് C1 C2 ഇൻറ്റു K ഡോട്ട് K. ഇങ്ങനെ മാറ്റി. ഇനി നമ്മൾ ഇതിന്റെ വാല്യൂ കൊടുക്കണം. A1 A2 ഇൻറ്റു I ഡോട്ട് I നമ്മൾ തൊട്ട് മുമ്പിലത്തെ ഇതിൻ്റെ അകത്ത് I ഡോട്ട് J എല്ലാം എഴുതി വെച്ചിട്ടില്ലേ. I ഡോട്ട് I 1 നമുക്കറിയാം. I ഡോട്ട് I ഇൻറ്റു 1 പ്ലസ് I ഡോട്ട് Jയും I ഡോട്ട് Kയും J ഡോട്ട് Iയും 0 ആണ്. പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് അല്ലേ, അത് 3 എണ്ണം 0 വരും, 3 0 വരും. പിന്നെ ഇത് B1 B2 J ഡോട്ട് J വരുമ്പോൾ 1 വരും പ്ലസ് B1 B2 ഇൻറ്റു 1 വരും. പിന്നെ J ഡോട്ട് K 0 ആണ്, K ഡോട്ട് I 0 ആണ്, K ഡോട്ട് J 0, അത് 3ഉം 0 വരും. 0 പ്ലസ് 0 പ്ലസ് 0. പിന്നെ ലാസ്റ്റ് K ഡോട്ട് K 1 ആണ്, അപ്പോൾ C1 C2 ഇൻറ്റു 1 വരും. കണ്ടോ, ആകെ 3 ജെൻസേ വരുള്ളൂ. അതായത് A1 A2 പ്ലസ് പിന്നെ ഇവിടെ B1 B2 പ്ലസ് C1 C2. ഇതാണ് ഡോട്ട് പ്രോഡക്റ്റ്. നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. അതായത് A bar is equal to A1I plus B1J plus C1Kയും B bar is equal to A2I plus B2J plus C2Kയും ആണെങ്കിൽ A bar ഡോട്ട് B bar അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഐയുടെ കമ്പോണൻസ് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. ഐയുടെ കൂടെ ഐ ഒരു കാരണവശാലും എടുത്തേക്കരുത്, കാരണം ഇതിൻ്റെ അകത്ത് IJK വരില്ല. സ്കെയിലർ പ്രോഡക്റ്റിൻ്റെ അകത്ത് IJK ഇല്ല, വെക്റ്റർ അല്ല, സ്കെയിലർ. അപ്പം ഐയുടെ കൂടെ വരുന്ന A1 ഉം A2 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. A1 ഇൻറ്റു A2 പ്ലസ് ഇട്ടിട്ട് ഈ ജെയുടെ കൂടെ വരുന്ന B1 ഉം B2 മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് കെയുടെ കൂടെ വരുന്ന C1 ഉം C2 മൾട്ടിപ്ലൈ, ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചിലർ A1 A2 ഇൻറ്റു I പ്ലസ് B1 B2 ഇൻറ്റു J എന്നൊക്കെ മണ്ടത്തരം എഴുതി വെച്ചേക്കും. നിങ്ങൾ ഒരു കാരണവശാലും എഴുതിയേക്കരുത്. ഇത് സ്കെയിലറാണ്, IJK ഇട്ടേക്കരുത്. A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 അതൊരു നമ്പറായിട്ട് കിട്ടണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പഠിച്ചു വെച്ചോളാം. ഡോട്ട് പ്രോഡക്റ്റ് വളരെ സിമ്പിളാണ്. A ബാറും B ബാറും ഇങ്ങനെയാണെങ്കിൽ A ബാർ ഡോട്ട് B ബാർ എന്ന് പറഞ്ഞാൽ ഇതിന് ചരിത്രമൊന്നും നിങ്ങൾ പഠിക്കണ്ട, അതെങ്ങനെയാണെന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചാൽ മതി. A1 A2 A1 ഉം A2 പ്ലസ് B1 B2 പ്ലസ് C1 ഉം C2 അത് പഠിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ഒരു സംഗതി കൂടെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു സംഗതിയാണ്. ഇതെല്ലാം പഠിച്ചു വെക്കണേ. പ്രൊജക്ഷൻ ഓഫ് എ വെക്റ്റർ. പ്രൊജക്ഷൻ ഓഫ് A ബാർ ഓൺ B ബാർ. ഒരു വെക്ടറിനെ മറ്റൊരു വെക്ടറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നു. പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ A ബാർ ഓൺ B ബാർ. A ബാറിനെ B ബാറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഇത്രയുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. A ബാർ ഡോട്ട് B ബാർ മേളിലാണ് കൊണ്ട് ഡോട്ട് പ്രോഡക്റ്റ്, താഴെ ഓൺ B ബാർ അല്ലേ, അപ്പം B ബാറിന്റെ മോഡുലസ് ഓൺ കഴിഞ്ഞിട്ട് വരുന്നതിന്റെ മോഡുലസ് ആണ് താഴെ. തിരിച്ചും വരാം. പ്രൊജക്ഷൻ ഓഫ് B ബാർ ഓൺ A ബാർ ചോദിച്ചാൽ B ബാർ ഓൺ A ബാർ ചോദിച്ചാൽ മേളിൽ ഡോട്ട് പ്രോഡക്റ്റ് A ബാർ ഡോട്ട് B ബാർ ബൈ താഴെ ഓൺ കഴിഞ്ഞിട്ട് വരുന്ന A ബാറിന്റെ മോഡുലസ്. അങ്ങനെ ഓർത്തിരിക്കാം. ഇതാണ് പ്രൊജക്ഷൻ. ഇത്രയും സംഗതികളാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ. ഇനി ഇതിന്റെ പ്രോബ്ലംസേ ഉള്ളൂ. പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, താങ്ക് യു.